ഹായ്, അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഇടാൻ പോവാണ് കേട്ടോ. കുറേ നാളായി നമ്മളൊരു വലിയ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലൊരു ചെറിയ ഫങ്ഷൻ നടക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ വലിയ വീഡിയോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ പാർക്കുട്ടി വലിയ കുട്ടിയായിട്ടാ. ഇപ്പം അങ്ങനത്തെ ചടങ്ങുകളൊന്നും ആരും വലിയ കാര്യമായിട്ട് ആഘോഷിക്കാറൊന്നും ഇല്ലെങ്കിലും നമ്മൾ എന്തായാലും ഇത് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ച് ആരെയും വിളിക്കണ്ടെന്നൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് എല്ലാവരെയും വിളിച്ചതൊരു ചെറിയ ചടങ്ങാക്കി മാറ്റാമെന്ന്. അപ്പോൾ അതേ ഞാൻ തലേ ദിവസം ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മല്ലിമാല കാലത്താണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ഞാനും ഏട്ടനും കൂടി ഒന്ന് ഇടുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിത് രാത്രി സെറ്റ് ചെയ്യാൻ നേരത്തെ ദൈവമേ ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഒരില വെച്ച് പിന്നെ അങ്ങനെ വെച്ച് വന്നപ്പോൾ നമുക്ക് തോന്നി ഇത് എനിക്ക് പറ്റൂന്ന്. വലിയ കാര്യമായിട്ട് വലിയ സംഭവമൊന്നും അല്ലെങ്കിലും കാണുമ്പോൾ മൊത്തത്തിലൊരു ആനച്ചന്തൊക്കെ ഉണ്ടല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അപ്പം നമ്മളുടെ സെറ്റിങ്ങുകളൊക്കെ ഇത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ. നമ്മൾ 2 ദിവസം കൊണ്ട് എടുത്തൊരു തീരുമാനമാണ് ഈ ഫംഗ്ഷൻ നടത്താന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ പുറത്തേൽപ്പിക്കുകയാണ് ചെയ്തേക്കണത്. അപ്പോൾ അതേ അമ്മ അച്ഛന് രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പാർക്കുട്ടിനെ കുളിപ്പിക്കണ്ടേ. അപ്പം പിന്നെ കുഞ്ഞാവ് അതേ തലേദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷൈമോള് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാർക്കുട്ടിനെ കുളിപ്പിക്കാനായിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതേ മഞ്ഞളൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് പാർക്കുട്ടിനെ കുളിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെ ആരും വലിയ കാര്യമായിട്ട് നടത്തുന്നില്ല. പക്ഷെ വീണ്ടും പഴയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേരൊക്കെ ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ ഇതുപോലെ വലിയ ചടങ്ങൊക്കെ ആയിട്ട് നടത്തുന്ന വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഫംഗ്ഷൻ ഒന്നും നടത്തിയില്ലെങ്കിലും ഇതുപോലെ ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോ ഒക്കെ എടുത്ത് പാർക്കുട്ടിക്ക് എന്നും ഓർക്കാനൊരു നല്ല ദിവസം എന്നുള്ള രീതിയിൽ അത് ഇടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. അതെന്തായാലും സാധിച്ചു. അപ്പോൾ അതേ നമ്മുടെ പാർക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞതേ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നിട്ട് ഒരു 10 കൊല്ലെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ളത് ഹൗസ് വാമിംഗ് ആണ്. അതിനുശേഷം ഒരു 10-11 കൊല്ലത്തിന് ശേഷം ഇതിപ്പോഴാണ് ഒരു പരിപാടി നടത്തുന്നത് നമ്മുടെ വീട്ടിൽ കേട്ടോ. നമ്മളുടെ ഈ ഫംഗ്ഷൻ വന്നത് ഇടദിവസമാണ് കേട്ടോ. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ലീവൊന്നും ഇല്ല. എന്നാലും എല്ലാവരും ലീവ് എടുത്തിട്ടായാലും നമ്മുടെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കുഞ്ഞായിരുന്ന കുട്ടി നമ്മുടെ കുട്ടി വലിയ കുട്ടി ആവാണ്. മനസ്സിലായില്ലേ? അവളൊരു മെച്ചൂരിറ്റി നമ്മളിലേക്ക് മാറാണ്. അപ്പൊ ആ സന്തോഷം നമ്മൾ എല്ലാവരും പങ്കുചേരുക. ഓക്കെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നല്ലൊരു ഫാമിലി ലൈഫും നല്ലൊരു ഫ്യൂച്ചറും ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ കേട്ടോ മോളെ.
നമ്മളുടെ ഇവിടുത്തെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും പറയാറുണ്ട് നല്ല സ്ഥലമാണല്ലോ, നല്ല ഏരിയ ആണല്ലോ എന്നൊക്കെ. നമ്മളുടെ ഈ വീടിരിക്കുന്ന സ്ഥലം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ശല്യമൊന്നുമില്ല, മുഴുവൻ പച്ചപ്പും, ഒരു പ്രത്യേക രസമാണ് കേട്ടാ. നമുക്ക് നേരം പോവാനായിട്ട് ഇപ്പോൾ ഒരുപാട് സ്ഥലത്തൊന്നും കറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. വെറുതെ ആ റോഡിൽ കൂടെ ഒന്ന് നടന്നാലും നല്ല ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടാ. അപ്പം അതേ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടാ. ഞാൻ വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പറയാൻ നിൽക്കണില്ല. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ നമ്മുടെ ഫംഗ്ഷന് എത്തി. ഒരുപാട് സന്തോഷമായിട്ടാ. ഈ ഇടദിവസമായിട്ട് പോലും എല്ലാവരും ലീവ് എടുത്തിട്ടായാലും നമ്മുടെ പരിപാടിക്ക് എത്തിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞു. അത് തന്നെയാണല്ലോ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയെങ്കിലും വൈകുന്നേരം നല്ല അടിപൊളി പാട്ടും പരിപാടി ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ശരിക്കും ആഘോഷിച്ചു എന്ന് വേണം പറയാൻ. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ശരിക്കും ഡാൻസ് കളിച്ച് ആഘോഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമക്കളല്ല, അതിൻ്റെ കൂടെ വലിയ ആൾക്കാരും കളിച്ചു. എന്തായാലും മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.